ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും പരാജയങ്ങൾ വന്നു പോകാറുണ്ട്. അതിജീവിക്കാൻ കഴിയുന്നവർ ഇവിടെ മുന്നോട്ട് നടക്കുന്നു, അല്ലാത്തവർ ജീവിതം അവിടെ അവസാനിപ്പിച്ച് മടങ്ങുന്നു. നാം അങ്ങനെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കാരണം എന്തുമായിക്കോട്ടെ, നമ്മുടെ മനസ്സിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ആ ചിന്ത വരുന്നതല്ല. നാം നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടി കുറേ ദിവസങ്ങൾ കൊണ്ട് നെയ്തെടുക്കുന്നതാണ് നമുക്ക് ഇനി ജീവിക്കേണ്ട എന്നൊരു തീരുമാനം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ, ആരോടുള്ള വാശി കൊണ്ടായാലും നിങ്ങൾ അങ്ങനെ കാണിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന വ്യക്തി, അയാൾക്ക് ചിലപ്പോൾ 1 2 അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കോ മനസ്സിൽ സങ്കടം കാണും. പക്ഷെ പിന്നീട് അയാളും അയാളുടെ ജീവിതത്തോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്കാണ് നഷ്ടമായിരിക്കുന്നത്. നഷ്ടം ആർക്കാണ്? നഷ്ടം ജീവിതം നഷ്ടപ്പെട്ട ആൾക്ക് തന്നെയാണ്. അയാളുടെ മാത്രം തീരുമാനമാണ്. മുന്നോട്ടൊന്നും ചിന്തിക്കാതെ ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങ് മടങ്ങാൻ തീരുമാനിക്കും. പക്ഷെ ഓർത്ത് നോക്കുക, ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മെ ഒരിക്കലും സമയം കാത്തു നിൽക്കില്ല. സമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കും. സമയം പോകുന്നതനുസരിച്ച് നമ്മുടെ ജീവിതവും മാറിക്കൊണ്ടേയിരിക്കും. ഓർത്ത് നോക്കുക, എത്രയോ കോടി ആളുകൾ ജീവിച്ചു പോയ മണ്ണാണ് ഇവിടെ. അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇവരെല്ലാവരും ജീവിതം അവസാനിപ്പിച്ചാണ്. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല. നമുക്ക് ഇത്രത്തോളം സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒന്നും മെച്ചപ്പെടാതിരുന്ന സമയത്തും ആളുകൾ ഏറെ കഷ്ടപ്പെട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, മറ്റൊരാളുള്ള വാശിക്ക് ജീവിതം അവസാനിക്കുമ്പോൾ ചിലപ്പോൾ നാളെ അയാൾക്കുള്ള അവസരമായിരിക്കാം നല്ല ജോലി, നല്ല വീട്, ചുറ്റുപാടുകൾ. എത്ര മനോഹരമായി ജീവിക്കാൻ കഴിയാമായിരുന്നു. ഒരു നിസ്സാര കാര്യം ഒന്ന് സഹിച്ചിരുന്നെങ്കിൽ, ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞെങ്കിൽ അയാളുടെ കാഴ്ചപ്പാടിൽ കൂടി ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ മനസ്സിന് കുറച്ചുകൂടി സമാധാനം കിട്ടുമായിരുന്നു. എപ്പോഴും ഓർക്കുക, ജീവിതം ഒരു യാത്രയാണ്. ഭീരുക്കളാണ് ഒളിച്ചോടുന്നത്. അത് പുറകോട്ട് നടക്കാൻ പാടില്ല. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും അതിനെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണില്ലേ, അതുമാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തിക്കുക. കുറച്ചേറെ ദുഃഖങ്ങൾ വരുമ്പോൾ അതിനപ്പുറം ഓർക്കുക, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും ശുഭരാത്രി.